നമസ്കാരം. ഒടുവിൽ ട്വിസ്റ്റുകൾക്ക് വിരാമം സംഭവിച്ചിരിക്കുകയാണ്. തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഭരണതലപ്പത്തേക്ക് മുൻ DGP R ശ്രീലേഖ എത്തിയേക്കുമെന്ന അന്തിമ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ഇന്ന് വൈകുന്നേരത്തോടുകൂടി തിരുവനന്തപുരം കോർപ്പറേഷനിലെ മേയർ സ്ഥാനാർത്ഥിയെ BJP ഔദ്യോഗികമായി തന്നെ പ്രഖ്യാപിക്കുകയാണ്. BJPയുടെ മുതിർന്ന നേതാക്കളും പുതിയതായി തിരഞ്ഞെടുക്കപ്പെട്ട കൗൺസിലർമാരും പങ്കെടുത്ത അന്തിമഘട്ട ചർച്ചകളിൽ ശ്രീലേഖയുടെ പേരിനാണ് ഇപ്പോൾ മുൻഗണന കൂടുതലായി ലഭിച്ചിരിക്കുന്നത്. കാരണം ഭരണപരിചയമുള്ള ഒരു ഉദ്യോഗസ്ഥ എന്ന നിലയിലും ക്ലീൻ ഇമേജുള്ള വ്യക്തി എന്ന നിലയിലും ശ്രീലേഖ മേയർ സ്ഥാനത്തേക്ക് വരുന്നത് പാർട്ടിക്ക് വലിയ രീതിയിൽ ഒരു ഗുണം ആയി മാറുമെന്നാണ് BJP കേന്ദ്ര നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. നേരത്തെ BJP ജില്ലാ പ്രസിഡന്റും മുതിർന്ന നേതാവുമായ VV രാജേഷിന്റെ പേരും ഈ സ്ഥാനത്തേക്ക് സജീവമായി തന്നെ പരിഗണിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടാണ് രാജീവ് ചന്ദ്രശേഖർ കഴിഞ്ഞ 2-3 ദിവസങ്ങളായി ദില്ലിയിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. BJP നേതാക്കളുമായും, അതായത് അമിത്ഷായുമായും JP നദ്ദയുമായും അതോടൊപ്പം തന്നെ നരേന്ദ്രമോദിയുമായിട്ടും ഒരു ചർച്ച നടത്തിയിരുന്നു. അതിനുശേഷമാണ് RSSുമായി ചർച്ച നടത്തി ഇവർ എല്ലാവരും ശ്രീലേഖയുടെ പേരിനാണ് മുൻഗണന കൂടുതലായി നൽകിയത്. അതിനുശേഷമാണ് ഇന്ന് വൈകുന്നേരത്തോടുകൂടി ശ്രീലേഖയ്ക്ക് BJPയുടെ വക ഒരു ക്രിസ്മസ് സമ്മാനം എന്ന നിലയിൽ ശ്രീലേഖയെ BJPയുടെ, അതായത് തിരുവനന്തപുരം കോർപ്പറേഷന്റെ മേയറായിട്ട് ഇപ്പോൾ നിയമിക്കാനായിട്ടൊരു ഉത്തരവിലേക്ക് ഇപ്പോൾ BJP എത്തി നിൽക്കുന്നത്. നേരത്തെ BJP ജില്ലാ പ്രസിഡന്റും മുതിർന്ന നേതാവുമായ VV രാജേഷിന്റെ പേരും ഈ സ്ഥാനത്തേക്ക് സജീവമായി തന്നെ പരിഗണിച്ചിരുന്നു. കഴിഞ്ഞ 5 വർഷക്കാലം കോർപ്പറേഷൻ ഭരണസമിതിയുടെ വീഴ്ചകൾക്കെതിരെ നടന്ന സമരങ്ങൾക്ക് നേതൃത്വം നൽകിയത് VV രാജേഷ് ആയിരുന്നു. അതിനാൽ രാഷ്ട്രീയ പരിചയമുള്ള ഒരാൾ തന്നെ മേയറാകണമെന്ന വാദം ഒരു വിഭാഗം ഉയർത്തി. എന്നാൽ നഗരത്തിന്റെ വികസനത്തിന് ഒരു മുൻ IPS ഉദ്യോഗസ്ഥയുടെ സാന്നിധ്യം കൂടുതൽ വലിയ രീതിയിൽ തന്നെ കരുത്ത് പകരുമെന്ന നിഗമനത്തിലാണ് പാർട്ടി ഒടുവിലെത്തിയത്. ദില്ലിയിൽ അന്തിമ തീരുമാനമാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ഇന്ന് വൈകുന്നേരത്തോടു കൂടിയാണ് ഒരു പ്രഖ്യാപനം ഉണ്ടാവുക. നാളെയാണ് മേയർ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. BJP തങ്ങളുടെ ഔദ്യോഗികമായ തീരുമാനം പുറത്തുവിടുമെന്നാണ് അറിയുന്നത്. ശ്രീലേഖയെ മേയർ സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നതിലൂടെ തലസ്ഥാന നഗരിയിൽ വലിയൊരു ഭരണമാറ്റമാണ് BJP ലക്ഷ്യപ്പെടുന്നത്. ഉദ്യോഗസ്ഥ തലത്തിലുള്ള അഴിമതികൾ അത് തടയാനും നഗരസഭയുടെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കാനും ശ്രീലേഖയുടെ വരവ് സഹായിക്കുമെന്ന് അണികളും വിശ്വസിക്കുന്നുണ്ട്. കേരളത്തിലെ പോലീസ് ചരിത്രത്തിൽ സുവർണ അക്ഷരങ്ങളാൽ എഴുതപ്പെട്ട പേരാണ് ശ്രീലേഖയുടേത്. 1987 IPS നേടിയ ഇവർ കേരള കേഡറിലെ ആദ്യ വനിതാ IPS ഓഫീസറാണ്. തിരുവനന്തപുരത്തെ പ്രൊഫസർ N വേലായുധൻ നായരുടെയും B രാധമ്മയുടെയും മകളായി 1960 ഡിസംബർ 25-നാണ് ശ്രീലേഖ ജനിച്ചത്. തിരുവനന്തപുരം ഗവൺമെന്റ് കോട്ടൺ ഹിൽ സ്കൂളിലായിരുന്നു പ്രാഥമിക വിദ്യാഭ്യാസം. തുടർന്ന് തിരുവനന്തപുരം വിമൻസ് കോളേജിൽ നിന്ന് ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദവും കേരള സർവകലാശാലയിൽ നിന്ന് ബിരുദാന്തര ബിരുദവും കരസ്ഥമാക്കി. ഇഗ്നോയിൽ നിന്ന് MBA ബിരുദവും ഇവർ നേടിയിട്ടുണ്ട്. ആദ്യത്തെ വനിതാ IPS ഓഫീസർ എന്ന നിലയിൽ കേരളത്തിലെ പല ജില്ലകളിലും ഇവർ സേവനമനുഷ്ഠിച്ചു. ചേർത്തലയിൽ ASP ആയി തുടക്കം കുറിക്കുകയും ഇവർ പിന്നീട് ആലപ്പുഴ, പത്തനംതിട്ട, തൃശൂർ ജില്ലകളിൽ പോലീസ് മേധാവിയായി, അതായത് ജില്ലാ പോലീസ് മേധാവിയായി. CBI-യിലും SPI-യും DIG-ആയും 4 വർഷത്തോളം പ്രവർത്തിച്ചു. റെയ്ഡ് ശ്രീലേഖ എന്ന വിളിപ്പേര് ഇവർക്ക് ലഭിക്കുന്നത് CBI-യിൽ ആയിരുന്നപ്പോഴാണ്. അഴിമതിക്കെതിരെ നടത്തിയ വിട്ടുവീഴ്ചയില്ലാത്ത റെയ്ഡുകൾ കാരണമാണ് ശ്രീലേഖയ്ക്ക് അങ്ങനെ ഒരു പേര് കിട്ടിയത്. വിജിലൻസ്, ക്രൈംബ്രാഞ്ച്, ജയിൽ വകുപ്പ്, ഫയർ ആൻഡ് റെസ്ക്യൂ എന്നിങ്ങനെ നിർണായകമായ പല വകുപ്പുകളുടെയും തലപ്പത്തേക്ക് ശ്രീലേഖ എത്തിയിട്ടുണ്ട്. 2017 DGP പദവിയിലെത്തുന്ന കേരളത്തിലെ ആദ്യ വനിത എന്ന ഖ്യാതിയും ശ്രീലേഖ സ്വന്തമാക്കി. 2004 സേവനത്തിനുള്ള രാഷ്ട്രപതിയുടെ മെഡലും 2013 വിശിഷ്ട സേവനത്തിനുള്ള രാഷ്ട്രപതിയുടെ മെഡലും ഇവർക്ക് ലഭിച്ചിട്ടുണ്ട്. 33 വർഷത്തെ ഔദ്യോഗിക സേവനത്തിന് ശേഷം 2020 ഡിസംബറിലാണ് ഇവർ വിരമിച്ചത്. സർവീസിൽ നിന്ന് വിരമിച്ച ശേഷം സസ്പെൻസ് സ്റ്റോറീസ് എന്ന YouTube ചാനലിലൂടെ തന്റെ കുറ്റാന്വേഷണ അനുഭവങ്ങൾ ഇവർ പങ്കുവെക്കാറുണ്ട്.